കാണുന്നു. എയർപോർട്ട് ഹെൽത്ത് ഞങ്ങളുടെ കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട ആളിനെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഞങ്ങൾ താക്കീത് കൊടുത്തു. 1 മാസത്തിനകം ഇത് മൊത്തം മാറ്റിയതിന് ശേഷമേ മാസങ്ങൾക്ക് മുമ്പേ ഇത് നടത്താവെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞിട്ടാണ് ഈ മെഷീൻ ഇവർ ഘടിപ്പിച്ചത് ഇവിടെ. എന്നിട്ട് ഇതിൻ്റെ ഫ്ലോ അങ്ങോട്ടാക്കി, ഫ്രണ്ടിലോട്ടാക്കി. അപ്പം ആൾക്കാർക്ക് റോഡിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്, റോഡ് വഴി നടക്കാൻ പറ്റുന്നില്ല. ഈ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പല ആവർത്തി നമ്മൾ താക്കീത് കൊടുത്തതാണ്. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ 1 മാസത്തിനകം മാറിത്തരാമെന്ന് പറഞ്ഞു. മൊത്തം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. വെമ്പായത്ത് എവിടെ സ്ഥലം എടുത്ത് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു സാധനമില്ല, നമുക്ക് പെട്ടെന്നൊന്നും ഗോഡൗൺ ആണ് എന്ന് താങ്കളോട് പറഞ്ഞത് എപ്പോഴാണ്? ഒരാഴ്ചയ്ക്ക് മുമ്പേ ഞങ്ങൾ ഈ വിഷയം ബന്ധപ്പെട്ട് ഞങ്ങൾ നാട്ടുകാരുമായിട്ട് വന്നിട്ട് പറഞ്ഞു ഇനി ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാഡം ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാഫിന് ഫുഡ് ഉണ്ടായിക്കൊണ്ടുവന്ന് നിർത്തുന്നു. ഞങ്ങൾ ഗോഡൗണായിട്ട് ഇത് ഉപയോഗിക്കും. കാരണം ഹോൾസെയിൽ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു, റീറ്റെയിലായിട്ട് ഗോഡൗണിൽ നിന്ന് എടുത്ത് അവിടെ കൊണ്ടുവന്ന് വരുമ്പോൾ ഇവിടെ പാചകം ചെയ്യാം. ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഇതിപ്പോൾ എൻ്റെ ശ്രദ്ധ ഇല്ല, നാട്ടുകാർ ആരും ഒന്നും പറഞ്ഞില്ലായിരുന്നു. മാതൃഭൂമിയിൽ നിന്ന് പ്രദീപ് വിളിച്ചിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് വലിയ ദുരിതമാണ് പ്രദീപ്, ഞങ്ങൾ അവിടെ ഇടപെടുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് രാവിലെയാണ് ഈ വിഷയം നമ്മൾ അറിയുന്നില്ല. ഇപ്പോഴാണ് നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇത് എന്തായാലും നമ്മൾ പൂട്ടുന്നു. ഇനി ഇതിലും അപ്പുറം വേറെ സംസാരമില്ല. അതായത് ഒരുപാട് തവണ താക്കീത് കൊടുത്തതാ ചെയ്യുന്നില്ല. ഹെൽത്തുകാർ 2 നോട്ടീസ് കൊടുത്തത്. ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട് ഇവിടെ. സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല എന്ന് പറയുന്നു. അത് ഹെൽത്തുകാർക്ക് അറിയാം. നമുക്ക് ലൈസൻസ് ഉണ്ടോ നോക്കേണ്ട കാര്യമില്ല. അത് നഗരസഭ കൗൺസിലർ എന്ന നിലയിൽ അത് അന്വേഷിക്കാൻ വേണ്ടി പറയില്ല. അല്ല, ഹെൽത്തുകാരടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ലൈസൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കതേ അറിയാം. ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വാങ്ങി നോക്കേണ്ട കാര്യമില്ല. ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കേണ്ട സ്ഥാപനമില്ല. നമുക്ക് ആ സ്ഥാപനം അടച്ചുപൂട്ടാനുള്ള പെർമിഷനും ഇല്ല. അത് നഗരസഭയാണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നത്, നഗരസഭ ഉദ്യോഗസ്ഥർ. ഇപ്പോൾ ഇത് അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശം കൗൺസിലറുടെ ആരുടെ ഭാഗത്തു നിന്നുള്ളതാണ്, അല്ല കൗൺസിലർ സ്വന്തം നിൽക്കും? എൻ്റെ ജനങ്ങളാണ് എനിക്ക് വലുത്. എൻ്റെ ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നുവെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് പൂട്ടും. അതാണ് ഒരു താക്കീത് കൊടുത്തത്. ഒരു സ്ഥാപനം ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ പ്രദേശത്ത് കുറേ പേര് ഇവിടെ തൊഴിലെടുക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിമുട്ടും പരിഹരിക്കാൻ മേഡത്തിന് പലതവണ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തി. മേഡം മൈൻഡ് ചെയ്തില്ല എന്നാണ് നാട്ടുകാർ. ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ വരുന്നത്. നമുക്കൊരു സ്ഥാപനം പൂട്ടാൻ കുറച്ച് 3 മാസത്തെ സാവകാശം കൊടുക്കണ്ടേ? നമുക്ക് പെട്ടെന്ന് പൂട്ടാൻ പറ്റില്ലല്ലോ. അവരിത് ഷിഫ്റ്റ് ചെയ്ത് വേറെ എവിടെയെങ്കിലും ഇത് സ്ഥാപിക്കണം. അതിനുള്ള സാവകാശമാണ് നമ്മൾ കൊടുത്തത്. ഇപ്പം നമ്മൾ കൊടുത്ത താക്കീതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ഥാപനം മാറ്റം സാവകാശം എടുത്തു, പക്ഷേ ഇനി ഫുഡ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ദിവസം ഉണ്ടാക്കിയ ഫുഡ് എല്ലാം ഉൾപ്പെടെയാണ് പുറത്താക്കിയത്. ഇനി ഇവിടെ ഫുഡ് സാമ്പാറും ചോറും ഉണ്ടാക്കി ഇവിടെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വിട്ട് ഇതെല്ലാം കൊണ്ട് അവർ പോയത്. ഇപ്പോൾ ഈ ബാക്കിയുള്ള ഈ സംഭവം എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഞാനത് മണ്ണിട്ട് മൂടിക്കും. അത് മൂടിച്ചു കഴിഞ്ഞാൽ പക്ഷെ അവിടെ കിടക്കുക അല്ല, അത് മണ്ണ് കുറച്ചേ മൂടിയിട്ടുള്ളൂ. ഇനി മൊത്തം മണ്ണിട്ട് മൂടുമ്പോൾ അത് മാറും. അല്ലെങ്കിൽ അവർ അത് കനിഞ്ഞിറങ്ങല്ലേ? അല്ല, അത് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. സക്കിങ് മെഷീൻ കൊണ്ടുവന്ന് വലിച്ചെടുക്കാനുള്ള സംവിധാനം അവരുണ്ടാക്കണം. എന്തായാലും സ്ഥാപനം ഇന്ന് പൊട്ടും. പിന്നെ ബാക്കിയുള്ളത് പിന്നീട് സംസാരിക്കാം. അത്രേ ഉള്ളൂ. അത് എനിക്ക് എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഹെൽത്തുകാർ പറഞ്ഞിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അധികാരികൾ ഇപ്പോൾ കൗൺസിലർ നാട്ടുകാരെന്നുള്ള രീതിയിൽ കൗൺസിലർ വന്നിട്ടുണ്ട്. അത് ശരിക്കും നല്ലൊരു കാര്യമാണ്. നാട്ടുകാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത്. അതിൽ നമുക്ക് വിരോധമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ വരേണ്ടതെന്ന് പറഞ്ഞാൽ മേയറോ സെക്രട്ടറിയോ അധികാരികൾ ആരെങ്കിലും വന്നല്ലാതെ ഇത് ഞങ്ങളിപ്പോൾ ഇവിടെ ഉപരോധിക്കുകയാണ്. ഗേറ്റ് ഉപരോധിക്കാൻ അല്ല, ഓഫീസർ വരും, ഉചിതമായ തീരുമാനം എടുത്തിരിക്കും. ഞങ്ങളുടെ കൂടെ നിൽക്കാനുള്ളവരാണ്. അത് ഞങ്ങളുടെ കൂടെ നിൽക്കണം. പക്ഷേ ഒരു കാര്യം, ഉപരോധിക്കുന്ന പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഇവിടെ ഉപരോധിച്ചില്ലെങ്കിൽ ആവർത്തിക്കരുത്. ഇത്രയും സമയമായിട്ടും ഒരു മനുഷ്യനും ഇപ്പൊ കൗൺസിലർ ചാനലുകാരെ വിളിച്ചത് ഇതൊന്നും ഞാൻ അറിയുന്നില്ല. വിളിച്ചതല്ല ഇത് പറഞ്ഞെങ്കിൽ ഞാൻ ഇവര് അല്ല അങ്ങനെ നമ്മളെ വിളിച്ചൊന്നുമില്ല. ഇത് കണ്ട ഇവര് ഗതികേട് കൊണ്ട് വിളിച്ചാണ് മേഡം. ഇവര് ഗതികേട് കൊണ്ട് വിളിച്ചാണ്. ഞാൻ ആ സെക്കൻഡിൽ എത്തും. എന്ത് കാര്യത്തിന് ഞാൻ എന്റെ തൊട്ടപ്പുറത്താണ് ഞാൻ ഇരിക്കുന്നത്, എന്റെ ഓഫീസ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് വരണം, അല്ലെങ്കിൽ സെക്രട്ടറി വരണം. ഞങ്ങൾ ശാശ്വത പരിഹാരം ഉണ്ടാകണം. കൗൺസിലർ നേരത്തെ തന്നെ വരട്ടെ, കുഴപ്പമില്ല. ഞങ്ങളുടെ കൂടെ സപ്പോർട്ടാണ് അവർ. സെക്രട്ടറി ഒന്നും വരണ്ട, അതിന്റെ അതോറിറ്റിയാണ് ഹെൽത്ത് ഓഫീസർ. വരുന്നുണ്ട്. ഇപ്പൊ വരും. നിങ്ങളവിടെ ഇപ്പൊ വരും വന്നോണ്ടിരിക്കുക. ജയിച്ചുണ്ട്, നമ്മുടെ ജയിച്ച് തൊട്ടപ്പുറത്തുണ്ട്. സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ കോർപ്പറേഷൻ്റെ ശാസ്ത്രീയമായിട്ട് ഏത് രീതിയിലാണ് ഇത് സംസ്കരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഇത് കാണുമല്ലോ. ആ രീതിയിൽ അല്ല മണ്ണ് മാത്രം ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും നമുക്ക് പ്രശ്നമായിട്ട് വരും. കാര്യം ഇപ്പോഴത്തുള്ള ആൾക്കാർ ഇപ്പോൾ ഇവർ മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഇത് ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെയാണ് ഇത് പരിഹാരം കണ്ടെത്തുക? ആ രീതിയിലാണ് ചെയ്യേണ്ടത്. മണ്ണ് മാത്രം ഇട്ട് കഴിഞ്ഞിട്ടുള്ള പരിഹാരം നമുക്കൊരു സൊല്യൂഷൻ വേണമെങ്കിൽ തൽക്കാലം ഇത് അടച്ചതിന് ശേഷം നമുക്കൊരു ചർച്ചയുടെ ഭാഗമായിട്ട് ചെയ്യാനുള്ള ഇത് ചെയ്യാം. ഹെൽത്തുകാർ വന്ന് ഇതിനെ ബ്ലോക്ക് ചെയ്യണം. ഹെൽത്തുകാർ വന്ന് ഇതിനെ ബ്ലോക്ക് ചെയ്തേ പറ്റും. സ്മൃതി, ഇപ്പോൾ കൗൺസിലറാണ് ഇപ്പോൾ അകത്തേക്ക് വന്നത്. കൗൺസിലർ പൂട്ടാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതായത് ഏതാണ്ട് 3 മാസത്തിന് മുമ്പ് തന്നെ ഇവർക്ക് നോട്ടീസ് കൊടുത്താണ് എന്നാണ് കൗൺസിലർ പറയുന്നത്. ഇത് ഗോഡൗണായി പ്രവർത്തിക്കുന്നെന്നും പറയുന്നു. പക്ഷേ ഈ തലയിൽ കെട്ടിയവരൊന്നും ഗോഡൗണിലെ ജീവനക്കാരല്ല, പകരം എല്ലാവരും ഭക്ഷണം പാചകം ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷേ ഇന്ന് രാവിലെ നമ്മളോട് പ്രേക്ഷകരോട് കൗൺസിലർ പറഞ്ഞത് ഇത് ഗോഡൗൺ ആണ് എന്നുള്ളതാണ്. ദൃശ്യങ്ങൾ സഹിതമാണ് നമ്മളതല്ല എന്ന് പറഞ്ഞത്. കൗൺസിലർ അകത്തേക്ക് പോവുകയാണ്. വെളിയിലിറങ്ങും നിങ്ങൾ എല്ലാവരും വെളിയിറങ്ങും. പിന്നീട് എന്താണെന്ന് തീരുമാനിക്കാം. ഇറങ്ങിക്കോ. ഓഫ് ചെയ്തിട്ട് വെളിയിറങ്ങിക്കോ.
ഇത് നിങ്ങൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതാണോ? അതിൻ്റെ സ്റ്റാഫ് മാത്രം നിന്നോട്ടെ, എനിക്ക് തോന്നുന്നു അതിൻ്റെ സ്റ്റാഫ് മാത്രം നിന്നോട്ടെ. അല്ല, ഇന്ന് ഇവരുണ്ടാക്കിയത് നമുക്കൊരു മാനുഷിക പരിഗണന അല്ല, ഒരു സെക്കൻഡ്, നമുക്കൊരു മാനുഷിക പരിഗണന. ഇവർ ഇന്ന് ഉണ്ടാക്കിയത് മാത്രം ഇവിടെ വെച്ച് പാക്ക് ചെയ്ത് നിർത്തുക, എന്നിട്ട് നിങ്ങൾ പുറത്തോട്ട് വന്നു കേട്ടോ. ഉണ്ടാക്കിയിട്ട് അതെ അതെ അതെ, നിലവിലുണ്ടാക്കി. ഇനി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇത് ഉണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങൾ കളയാൻ പാടില്ലല്ലോ. അതെ അതെ, എന്നിട്ട് വന്നോ. ഇതാ ഇവിടുത്തെ പ്രശ്നം. പ്രസാദ്, ഈ ഭക്ഷണശാല എന്ന് പറയുന്നത് എനിക്ക് അധികാരമില്ല. ഞങ്ങൾക്ക് ഈ സ്ഥാപനം പൂട്ടുക എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത്തെ വിഷയം നിങ്ങൾ അങ്ങനെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേയറോട് പോയി പറയും. ഇതാ ഇവിടുത്തെ കുഴപ്പം. രാവിലെ നമ്മൾ ദൃശ്യങ്ങൾ എടുക്കുന്ന സമയത്തും ഇവർ തടയാനുള്ള ശ്രമമുണ്ടായി. പക്ഷെ നമുക്ക് പ്രദേശവാസികളുടെ പ്രശ്നം ഏറ്റവും പ്രധാനമായിട്ട് അഡ്രസ്സ് ചെയ്തേ മതി. യൂണിയൻ്റെ മാത്രം വിഷയമല്ല, യൂണിയനും വേണം നമുക്ക് നമ്മുടെ പ്രദേശത്തുള്ള ഈ ഒരു സ്ഥാപനം പൂട്ടുമ്പോൾ രീതിയിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ആർക്കും കുഴപ്പമില്ലല്ലോ. അതെ അതെ, ഇത് നമ്മൾ പലതവണ താക്കീത് കൊടുത്ത് അവരങ്ങനെ ഇവിടെ കൊണ്ടുവന്നുണ്ട്. ഇത് കൊണ്ടുവന്ന് അങ്ങനെയാണ് സംവിധാനം ഉണ്ടാക്കിയത്, ഇങ്ങനെയാണ്. ഈ സംവിധാനത്തിലൂടെ മാറ്റം എന്നാ പറഞ്ഞത്. ഞാൻ ആരെയും ഗോഡൌണൊന്നും പൊട്ടിയില്ല. ഞാൻ ആരുടെയും ഗോഡൌൺ പൊട്ടിയില്ല. പദാർത്ഥങ്ങൾ ഉണ്ടാക്കരുതെന്നേ പറഞ്ഞോളൂ. ചെയ്തിട്ടുള്ളൂ, അത് അവർ നിർത്തി വെച്ചിരിക്കല്ലേ സാർ. നോക്ക ഇതിനകത്ത് പോയി. പ്രവർത്തിക്കല്ല, 3 ദിവസമായി പ്രവർത്തിച്ചിട്ട്. നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു. ഇപ്പൊ അവിടെ പോയി നോക്കൂ, എന്താണ് ഉണ്ടാക്കണേ നോക്കാം. അതല്ല, മറ്റേ ഫുഡ് കിച്ചണിലാണ് ഭക്ഷണം ചെയ്തോണ്ട് പോയാൽ അത് നിർത്തിവിടാ. എന്തായാലും എല്ലാം നിർത്തലാക്കി. അതെ, അത് ബ്ലോക്ക് ചെയ്താൽ പോരെ. ഗോഡൌണായിട്ട് എന്ത് ബന്ധം? ഞാൻ പറയുന്ന കേക്ക്, നിങ്ങൾ പറയണ മാത്രം കേട്ടോണ്ടിരുന്നാൽ മതിയാ. സംവിധാനം എന്താണെന്ന് നോക്കിയതിന് ശേഷം ബേക്കറി പ്രവർത്തിക്കണോ ഗോഡൌൺ പ്രവർത്തിക്കണോ എന്നൊക്കെ നാട്ടുകാരുടെ എതിർപ്പ് വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ നിങ്ങൾ യൂണിയൻകാർ മാത്രം ഒരു സൈഡ് ഇത്രയും നാട്ടുകാർ വെളിയിൽ നിൽക്കുമ്പോൾ ഞാൻ എന്ത് തീരുമാനം എടുക്കണം? എനിക്ക് നാട്ടുകാരോടൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ. ഗോഡൌൺ ഞങ്ങൾ പൂട്ടിയില്ലല്ലോ. ഗോഡൌൺ പൂട്ടിയില്ല. പൂട്ടിയത് കണ്ടോ? എന്ത് പ്രതിഷേധമായ നിങ്ങൾ ആരും അല്ലല്ല പൂട്ടിയിരുന്ന ഗേറ്റ് പൂട്ടിയിരുന്നത് കൗൺസിലർ അല്ല. നിങ്ങളുടെ അമർഷം ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ അമർഷം